വഖഫ് ബിൽ ചർച്ചയിൽ ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധി വന്നില്ല. ഒപ്പം രാഹുൽ ഗാന്ധി ആ ഒരു ചർച്ചയിൽ ഒന്നും തന്നെ സംസാരിച്ചില്ല. കോൺഗ്രസ് പ്രതിനിധികളുടെ ഇതിന്റെ വിശദീകരണം എന്തൊക്കെയാണ്? എന്തായാലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കാത്തതാണല്ലോ ഇപ്പോൾ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം. കാരണം വലിയ രീതിയിൽ മുസ്ലിം ലീഗിൻ്റെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയും പോലെ SDP-യുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാം വോട്ട് വാങ്ങി ജയിച്ച പ്രിയങ്ക ഈ കൊലച്ചത് ചെയ്യുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അതിനെതിരെ ഇനി എന്തായാലും വരും ദിവസങ്ങളിൽ പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ വഖഫ് എന്ന് പറയുമ്പോൾ, ഭൂമി എന്ന് പറയുമ്പോൾ ചിലരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സംഘടനകളും, കേരളത്തിലെ എല്ലാ സംഘടനകളും, മുസ്ലിം സംഘടനകളും ഈ വഖഫ് ഭേദഗതിയെ എതിർക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ നോക്കുകയാണ്, OWൈസി അടക്കമുള്ള പല മുസ്ലിം നേതാക്കളും ഈ ബില്ലിനെതിരായിരുന്നു. അങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോഴും ഒരു സമൂഹം തന്നെ ഇങ്ങനെ വലിയ രീതിയിൽ എതിരെ വന്നിട്ടും പ്രിയങ്ക ഗാന്ധി എവിടെയാണ്? കാണാനില്ല. രാഹുൽ ഗാന്ധി ആണെങ്കിൽ ചർച്ചയിലും പങ്കെടുക്കുന്നില്ല. ഈ വലിയ തോതിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് അവർ അവകാശപ്പെടുന്നവരാണല്ലോ. മറ്റൊരു ന്യൂനപക്ഷത്തെ വേട്ടയാടുന്ന ഈ നിയമത്തിനെതിരെ നിരന്തരം നാം കണ്ടതാണല്ലോ. മുസ്ലിങ്ങളെ മുനമ്പത്ത് ക്രൈസ്തവ സമൂഹത്തെ വേട്ടയാടുന്ന ഒരു നിയമമായിരുന്നു ഇത്. അവർ മാസങ്ങളായി തന്നെ ഈ സമരത്തിലാണ്. ആ സമരം കണ്ടില്ലെന്ന് നടിച്ചാണ് അവിടുത്തെ എം പി പോലും അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്. ഈ എമ്പുരാൻ സിനിമയ്ക്ക് പിന്നാലെ തന്നെ ഇദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു നട്ടലുമായി ബന്ധപ്പെട്ട്. ആ നട്ടലുണ്ടോ എന്ന് തന്നെ മുനമ്പത്തെ ജനങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെ സ്വന്തം MP നട്ടലില്ലാതെ അദ്ദേഹം ഈ കിരാത നിയമത്തിന് വേണ്ടി അവിടെ സംസാരിക്കുകയാണ്, ലോക്സഭയിൽ സംസാരിക്കുകയാണ്, ഡീൻ കുര്യാക്കോസ് സംസാരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല ക്രിസ്ത്യൻ സംഘടനകൾ ആവശ്യപ്പെട്ടത്, നിങ്ങൾ മുനമ്പം ജനതയെ മുൻനിർത്തിയെങ്കിലും ഇതിൽ നിന്നും ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അവർ അഭ്യർത്ഥിച്ചിട്ട് പോലും ഈ ക്രൈസ്തവ MP-മാർ, അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ കൊലച്ചതിയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി സുരേഷ് ഗോപി ഇതിന് അനുകൂലമായി തന്നെ രംഗത്ത് വന്നു. അതിൻ്റെ ഒരു അംഗീകാരമായിരിക്കും നാം കണ്ടതാണ്. സുരേഷ് ഗോപിയുടെ ചിത്രം അവിടെ മുനമ്പം സമരവേദിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. പിന്നീട് നാം കണ്ടത് ഇതിൻ്റെ വലിയ പ്രകടനമുണ്ടായിരുന്നു. ഇന്നലെ രാത്രി തന്നെ ഉണ്ടായിരുന്നു, മെനഞ്ഞാന്ന് രാത്രി ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ മുഴുവൻ ഉയർന്നു കേൾക്കുന്നത് രണ്ട് പേരുകളാണ്. ഒന്ന് മോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി, മറിച്ച് കേരളത്തിൽ നിന്ന് നാം നോക്കുമ്പോൾ അത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിക്ക് രാജീവ് ചന്ദ്രശേഖർ മുൻപത്ത് എത്തിച്ചേർന്നവർക്ക് വലിയ അപ്പോഴും അവിടെ മുഴങ്ങിക്കേൾക്കുന്ന പേര് സുരേഷ് ഗോപിയാണ്. അപ്പോൾ നാമും കാത്തിരിക്കുകയാണല്ലേ, ഈ കേരളത്തിലെ 19 പേർ ക്രൈസ്തവ വിഭാഗത്തെ പിന്നിൽ നിന്ന് കുത്തുമ്പോഴും അവർക്ക് വേണ്ടി ലോക്സഭയിലും രാജ്യസഭയിലും വാദിച്ച, അവർക്ക് വേണ്ടി സംസാരിച്ച സുരേഷ് ഗോപി മുനമ്പത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ എത്തുവാൻ വേണ്ടിയാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി പലയിടങ്ങളിലും ഉണ്ടായത്. ഈ വഖഫ് കേരളത്തിൽ മാത്രമല്ല, പല ഈ നിയമമന്ത്രി തന്നെ ഈ ലോക്സഭയിൽ സൂചിപ്പിക്കുന്നത് കണ്ട് 1970 കാലഘട്ടത്തിൽ ഈ പാർലമെന്റ് പോലും വഖഫ് ഭൂമിയാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ ഉള്ള പല ക്ഷേത്രങ്ങൾ അവർ വഖഫ് ഭൂമി എന്ന് പറയുന്നത് കണ്ണൂരിലെ പല പ്രദേശങ്ങളിലും പറയുന്നു, മുനമ്പം പറയുന്നു. അങ്ങനെ എല്ലാം വഖഫ് ഭൂമിയായി രാജ്യത്തിലെ 3ാമത് ധനാഢ്യർ എന്ന് തന്നെ പറയാം വഖഫ് ബോർഡ്. കാരണം അത്രയ്ക്ക് 1.5 ദശലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഈ ഒരു ഭൂമിയായിട്ട്, ആസ്തിയായിട്ട് അവരുടെ കയ്യിലുള്ള. കടകള്, ഹോസ്പിറ്റൽ, ഇങ്ങനെയുള്ള നിരവധി സംഗതികളുമായിട്ട് ഇവരുടെ കൈകളിലുള്ളത്. അപ്പൊ ഈ വഖഫ് ഭൂമി എന്നുള്ളത് അനധികൃതമായിട്ടുള്ള ഒരു മാഫിയ തന്നെ. പല രീതിയിൽ ഈ വഖഫ് ഭൂമിയാക്കി മാറ്റിയ സർക്കാരിന്റെ പുറമ്പോക്ക് വഖഫ് ഭൂമിയാക്കുകയും, ഇപ്പം തന്നെ നമുക്കറിയാം ഫറൂഖ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട് മുനമ്പത്തെ ഭൂമി, അത് ശരിക്കും വഖഫ് ഭൂമിയല്ല. പണ്ട് രാജഭരണ കാലത്ത് രാജാവ് എഴുതി കൊടുത്തതാണ് ഒരു സേട്ടിന്. അപ്പൊ സേട്ട് ഫറൂഖ് കോളേജ് സേട്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങി, അങ്ങനെ അവിടെ എവിടെയോ ഒരു വഖഫ് ഭൂമി അല്ലെ വഖഫ് എന്നൊരു പേര് നിർദ്ദേശിക്കുക, അതിന്റെ കൃത്യമായ വിവരണങ്ങൾ നമുക്കില്ല. അതിന്റെ പേരിലാണ് ഇപ്പോൾ വഖഫ് ബോർഡ് ഇത് ഞങ്ങളുടെ വഖഫ് ഭൂമി എന്നുള്ള രീതി. പക്ഷെ ഇത്രയും 100-300 കുടുംബങ്ങൾ അവർ കാശ് കൊടുത്ത് വാങ്ങിയതാണ് ഭൂമി, അല്ലെങ്കിൽ അത് സർക്കാരിലേക്കാണ് ചെല്ലുന്നത്. സർക്കാർ പുറമ്പോക്കായിട്ടാണ് ശരിക്കും അത് കണക്കാക്കുന്നത്. പക്ഷെ സംസ്ഥാന സർക്കാരിന് അത് ഇടപെടായിരുന്നു. പക്ഷെ സംസ്ഥാന സർക്കാർ അത് ഇടപെട്ടില്ല. ഇതിലെ ഏറ്റവും മറ്റൊരു കാര്യം, ചേച്ചിക്കൊരു ഭൂമിയുണ്ട്, ഞാൻ പറയുന്നു വഖഫ് എന്ന് പറയുമ്പോൾ അത് തെളിയിക്കാനുള്ളത് ഈ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളാണ് പൈസ മുടക്കി
ആ രീതിയിൽ ചെയ്യാനുള്ളത്? എനിക്ക് പറയാം, ഞാൻ വഖഫാണ്, എൻ്റെ വഖഫ് ഭൂമി എന്ന് പറയുമ്പോൾ എതിരെ നിൽക്കുന്നവരാണ് മാത്രമല്ല ഇപ്പൊ പ്രതിസന്ധിയിലാകുന്നത്. നേരത്തെ വഖഫ് ഒരു ബില്ല് അനുസരിച്ച് അതിന്റെ നിയമം അനുസരിച്ച് ആർക്ക് വേണമെങ്കിലും വഖഫ് ആക്കാം. പക്ഷെ ഇപ്പോഴത്തെ പുതിയൊരു ഭേദഗതി വന്നപ്പോൾ അതിനൊരു നിയന്ത്രണം വന്നിട്ടുണ്ട്. 5 വർഷത്തിൽ കൂടുതൽ ഇതൊരു വിശ്വാസി, മുസ്ലിം മത വിശ്വാസിക്ക് മാത്രമേ ഇതൊരു വഖഫാക്കി ആ ഒരു തന്റെ ഭൂമി അല്ലെങ്കിൽ തന്റെ വസ്തുവകകൾ അല്ലെങ്കിൽ തങ്ങൾക്ക് എന്താണോ വഖഫ് എന്ന് പറയുന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ ഈശ്വരനിൽ അർപ്പിക്കുക, നമ്മളൊക്കെ ഭണ്ഡാരത്തിലിടുക എന്നൊക്കെ പറയുന്നത്, അത് ഈശ്വരനിൽ കൊടുക്കുക അല്ലെങ്കിൽ ട്രസ്റ്റിന് കൊടുക്കുക, ചാരിറ്റി പ്രവർത്തനത്തിനായിട്ട് കൊടുക്കുക. ഇത്തരത്തിലാണ് വഖഫായിട്ട് മാറുന്നത്. അപ്പോൾ ഒരു വഖഫ് പ്രൈവറ്റ് ആയിട്ട് കൊടുക്കാം. ആ വഖഫ് പ്രൈവറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഇപ്പൊ എൻ്റെ എൻ്റെ അനന്തര അവകാശികൾക്ക് അതിൽ ഒരു ഭാഗം പ്രൈവറ്റ് ആക്കുമ്പോൾ അതിലൊരു ഭാഗം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇതിന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ എൻ്റെ മരണശേഷം അല്ലെ അവരുടെ കാലശേഷം പിന്നീട് അതുകൊണ്ട് പിന്തുടർച്ച അവകാശം വരത്തില്ല. പക്ഷെ ഇപ്പൊ പുതിയ ഭേദഗതിയിൽ 2 രീതിയിലുണ്ട്. ഒന്ന്, വിധവകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഇത് തുടർന്നും ഇതിൽ ഒരു അവകാശം, ഇതിലൊരു ആസ്തി ഈ വിഭാഗത്തിന് കിട്ടും. ഇത് ഭയങ്കര വലിയൊരു കാര്യമാണ്. കാരണം നമുക്കറിയാം ഈ പിന്തുടർച്ച, നമുക്ക് ആസ്തിയുണ്ട്, പക്ഷെ വരുന്ന തലമുറകൾക്ക് എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങളുടെ നിരവധി ഭൂമികളും നിരവധി കാര്യങ്ങളുമാണ് അന്യാധീനപ്പെട്ടത്. ഇപ്പോഴും എത്രയോ മുസ്ലിം വിഭാഗങ്ങളിൽ തന്നെ തീരെ നിവൃത്തികെട്ട ആൾക്കാരുടെ നിരവധി കേസുകളാണ് വഖഫ് ബോർഡുമായിട്ട് നിലനിൽക്കുന്നത്. അപ്പൊ ഇവർക്ക് വലിയൊരു ആശ്വാസമാണിത്. നാം എല്ലാവരും കരുതുന്നത് ഈ വഖഫ് എന്ന് പറയുമ്പോൾ മറ്റു മതക്കാരെ മാത്രമാണ് പ്രതിസന്ധിയിലാക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ കേസുമായി മുന്നോട്ട് വന്നിട്ടുള്ള മുസ്ലിം വിഭാഗത്തിലാണ്. എറണാകുളത്ത് അത്തരത്തിലൊരു കേസ് നടക്കുന്നു. ഈ അടുത്ത് പ്രിയങ്കയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പ്രിയങ്ക ഇതിൽ എന്തായാലും വലിയ രീതിയിൽ പ്രതിസന്ധിയായിട്ടുണ്ട്. കാരണം നമുക്കറിയാം വയനാട് മണ്ഡലം എന്ന് പറയുമ്പോഴും വയനാട്ടിലെ 3 മണ്ഡലങ്ങൾ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. മറിച്ച് ബാക്കി 4 മണ്ഡലങ്ങളും ഉള്ളത് ഈ കോഴിക്കോട് മലപ്പുറത്തുമാണ്. കൂടുതലുള്ളത് മലപ്പുറത്താണ്. മലപ്പുറത്തെ ജനങ്ങളുടെ വോട്ട് വാങ്ങി ന്യൂനപക്ഷത്തിന്റെ വോട്ട് വാങ്ങി അവർ ജയിച്ചിട്ടുണ്ട്. അവർക്ക് ഇനി എന്തായാലും വലിയ തിരിച്ചടി ഉണ്ടാകും. മറിച്ച് അതുപോലെ തന്നെ തിരിച്ചടി ഉണ്ടാകാൻ പോകുകയാണ് ഹൈബീഡൻ അടക്കമുള്ള ക്രൈസ്തവ നേതാക്കൾക്ക്. അല്പസമയം മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ മുനമ്പം സന്ദർശിക്കുക. അവിടെ 50-ലധികം ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള പ്രവർത്തകർ ഈ സമരത്തിൽ പങ്കെടുത്ത സാധാരണക്കാരായ ജനങ്ങൾ തന്നെ BJPയിൽ മെമ്പർഷിപ്പ് എടുക്കുകയുണ്ടായി. ഇത് വലിയ രാഷ്ട്രീയ മാറ്റമാണ് ഉണ്ടാകുന്നത്. കാരണം ഇനി വരുന്നത് ഉടൻ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് കാലം വരികയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പെല്ലാം വരുന്നുണ്ട്. അതെല്ലാം BJPക്ക് വലിയ രീതിയിൽ രാഷ്ട്രീയമായി തന്നെ ഗുണം ചെയ്യും. അത് തിരിച്ചറിഞ്ഞാണ് നാം കണ്ടത് ബ്രിട്ടാസ് അടക്കമുള്ളവർ ഇന്നലെ രാജ്യസഭയിൽ കിടന്ന് നിലവിളിക്കുന്നത് കണ്ടത്. ജബൽപൂരും മധ്യപ്രദേശും ഒറീസയും എല്ലാം ചൂണ്ടിക്കാട്ടി അദ്ദേഹം വൻ കരച്ചിലാണ് ഉണ്ടായത്. പക്ഷേ ഇദ്ദേഹം എറണാകുളത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അവിടെ മുനമ്പം ജനതയെ ഇദ്ദേഹം കണ്ടിട്ടില്ല. അതെന്തായാലും മുനമ്പം ജനതയുടെ മുന്നിലാണല്ലോ അദ്ദേഹം ഈ ഡൽഹിയിലെ യാത്ര ചെയ്ത് ഡൽഹിയിൽ താജ്മഹലും ആഗ്രയുമെല്ലാം കണ്ട് ഡൽഹിയിലെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളും കണ്ടതിന് ശേഷം അത് കേരളത്തിലാണല്ലോ വരാനുള്ളത്. അപ്പോൾ കേരളത്തിലെ ക്രൈസ്തവർ അദ്ദേഹത്തെ കൃത്യമായി തന്നെ പാഠം പഠിപ്പിക്കും. അതിനെന്തായാലും കൂടുതൽ കാലം കാത്തിരിക്കേണ്ട. 2026 തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.